കൊട്ടിഘോഷിച്ച് നിർമ്മാണം പൂർത്തിയാക്കുകയും 2022 ഉദ്ഘാടനം നടത്തുകയും ചെയ്ത ഇടുക്കി രാമക്കൽ മേട്ടിലുള്ള ആമപ്പറയിലെ അക്ഷയ സൗരോർജ്ജ വൈദ്യുതി കേന്ദ്രം ഇനിയും പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. 16 കോടി രൂപ മുടക്കി പണിത സൗരോർജ്ജ പ്ലാന്റ് ഇപ്പോൾ കാട് കയറിയും പൊട്ടിപ്പിടിച്ചും നശിക്കുകയാണ്. സർക്കാർ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നുണ്ടായ അലംഭാവമാണ് പദ്ധതി പരാജയമാകാൻ കാരണമായത്. സൗരോർജ്ജം, കാറ്റ് എന്നിവയിൽ നിന്നും ഒരേ സമയം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ കേന്ദ്രമാണ് ആമപ്പാറയിലേത്. 2018 ഇവിടെ സൗരോർജ്ജ പ്ലാന്റിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 2022 മുതൽ 1 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് KSEBിക്ക് നൽകുമെന്നായിരുന്നു പ്രഖ്യാപനം. 2022 തന്നെ ഉദ്ഘാടനം പൂർത്തിയാക്കി ട്രയൽ റണ്ണിനായി ഏതാനും ദിവസം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു. പിന്നീട് പ്ലാന്റിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചു. അനേർട്ട്, സിഡാക്ക്, കെൽട്രോൺ എന്നീ ഏജൻസികൾ സംയുക്തമായാണ് സംരംഭം ആരംഭിച്ചത്. സിഡാക്ക് തദ്ദേശീയമായി വികസിപ്പിച്ച ഗ്രിഡ് ടൈ ഇൻവെർട്ടർ സാങ്കേതിക വിദ്യയാണ് ഇവിടെ ഉപയോഗിച്ചത്. സൗരോർജ്ജത്തിൽ നിന്നും കാറ്റിൽ നിന്നും ഒരേ സമയം വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് പ്രസരണ ലൈനുകളിലേക്ക് കടത്തിവിടുന്ന സംവിധാനമാണിത്. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ 4 ഏക്കറോളം വരുന്ന സ്ഥലത്ത് സോളാർ പാനലുകൾ സ്ഥാപിച്ചു. നെടുങ്കണ്ടം 66 kV സബ്സ്റ്റേഷനിലേക്ക് വൈദ്യുതി എത്തിക്കാൻ 11 kV ഫീഡറും തയ്യാറാക്കി. പക്ഷേ കോടികൾ പാഴായത് മാത്രം മിച്ചം. 4 വർഷത്തിനിപ്പുറവും ഒന്നും നടന്നില്ല. 147 ഹെക്ടർ ഭൂമിയാണ് അനർട്ടിന് ഇവിടെയുള്ളത്. അക്ഷയ ഊർജ്ജ പദ്ധതിയുടെ 2ാം ഘട്ടത്തിൽ കാറ്റാടിപ്പാടം യൂണിറ്റുകൾ സ്ഥാപിച്ച് കാറ്റാടി യന്ത്രങ്ങൾ വഴി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് KSEBിക്ക് നൽകുക എന്നതായിരുന്നു ലക്ഷ്യം. 1ാം ഘട്ടം പരാജയപ്പെട്ടതോടെ 2ാം ഘട്ടത്തിന് പ്രാരംഭ പ്രവർത്തനങ്ങൾ പോലും ആരംഭിച്ചിട്ടില്ല. സൗരോർജ്ജ പ്ലാന്റിലുണ്ടായ വീഴ്ചകൾ പരിഹരിച്ച് വൈദ്യുതി ഉൽപ്പാദനം ആരംഭിച്ച ശേഷം 2ാം ഘട്ടം ആരംഭിക്കാനുള്ള തീവ്ര ശ്രമത്തിന് ആരംഭം കുറിച്ചുവെന്നാണ് നിലവിലെ MLA സേനാപതി വേണു വ്യക്തമാക്കുന്നത്. കോടികൾ മുടക്കി നിർമ്മിച്ച ഈ സോളാർ പാനൽ യൂണിറ്റ് ഇന്ന് ആർക്കും വേണ്ടാതെ അനാഥമായി കിടക്കുകയാണ്. സർക്കാർ ഫണ്ട് ദുരുപയോഗം ചെയ്തതിന്റെ അവസാനത്തെ ഉദാഹരണങ്ങളിലൊന്ന് മാത്രം. സുബിൻ തോമസ്, ജനം, ഇടുക്കി.